ഹലോ, ഞാനിന്ന് വഴുതനങ്ങ കൊണ്ട് ചിക്കൻ കറി വെക്കുന്നത് പോലെ ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കുകയാണ്. അതിന് 2 വഴുതനങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 സവോള, 1 തക്കാളി, അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചും വെച്ചു. ഞാൻ കുരുമുളകൊന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാനത് വഴുതനങ്ങ നീളത്തിലരിഞ്ഞിട്ട്, തക്കാളിക്ക് ഞാൻ നമുക്ക് സാധാരണ അരിയുന്ന പോലെ അരിഞ്ഞ് 2ആയിട്ട് കീറി പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചും വെച്ചു. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ വെച്ച് നോക്കണം. ഞാൻ എരിയുള്ള മുളക് പൊടി, എരിയില്ലാത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലയുടെ പൊടിയാണ് ഞാനിത് എടുത്ത് വച്ചിരിക്കുന്നത്. കരിവേപ്പില, ഞാൻ ചട്ടി അടുപ്പേ വെച്ച് കടുകിട്ട് കരിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടി ഇടും. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ് ഇത് കൂട്ടി കഴിക്കാൻ. രാവിലത്തെ ചപ്പാത്തി കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ കടുകും കരിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കുവാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ച വഴുതനങ്ങായും തക്കാളിക്കായും സവോളായും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങോട്ടിട്ട് വഴറ്റി നല്ല കൂട്ട് വഴന്ന് കിട്ടണം. നല്ല കൂട്ട് വഴന്ന ശേഷം അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി അതിൻ്റെ പച്ചയൊന്ന് മാറുമാറ് ഇളക്കി കൊടുക്കണം. ഒരു ശകലം ഉപ്പിട്ട് കൊടുത്താൽ എളുപ്പം വന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പം അങ്ങ് ചുരുങ്ങും പച്ചക്കറിയൊക്കെ അങ്ങ്. അതാണ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഞാൻ ഇത് വെള്ളമല്ല തേങ്ങാപ്പാലാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചേക്കുകയാണ്. മുളകൊക്കെ നന്നായിട്ട് പച്ച കിട്ടിയിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ അത് വെന്തൊന്ന് കുറുക്കി കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കിയൊക്കെ നല്ല കൂട്ടൊന്ന് തിളച്ച് പെട്ടെന്നാകും കേട്ടോ. ഒത്തിരി താമസമൊന്നും വരിക. നമ്മളിത് വഴറ്റാനുള്ള താമസം അതാണ് ഇതിന് പ്രധാനം. ഈ പച്ചക്കറികൾ വഴറ്റിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്തോട്ട് ഈ പാല് പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് അങ്ങ് കുറുകും. നമ്മൾ പാലേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ അതിനകത്ത് പച്ചവെള്ളം ഉപയോഗിക്കുന്നില്ല. ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഏകദേശം ഒരു ശകലം കൂടെ കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഗരം മസാല അങ്ങോട്ട് പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് താത്ത് വെച്ച് പച്ചക്കറിവേപ്പില വേണമെങ്കിൽ മണ്ടയിലിടുക ഇഷ്ടമാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല. ഇങ്ങനെ നല്ല ടേസ്റ്റാണ്.
നമുക്ക് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പനേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് കൂട്ടി നോക്കിക്കേ. ചിക്കൻ കറി നിങ്ങൾ പിന്നെ ചിക്കൻ കറി വെക്കണ്ട, ഇത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ചപ്പാത്തിയും എന്താ നിങ്ങൾക്ക് ദോശയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളാം. നല്ല ടേസ്റ്റാണ്. നല്ല കുറുകെ കൊഴുത്ത് നല്ല കൊഴുവടാന്നുള്ള കറിയാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നല്ല ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളെ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഇരിക്കും കറി. കണ്ട, നമുക്കല്പം കരിവേപ്പില കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് കഴിക്കേണ്ടപ്പോൾ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വെച്ച് നോക്കൂ. കണ്ടോ, നല്ല കറിയല്ലേ.